നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ അവസാനം വന്നിട്ടുണ്ട്. ഇന്ന് വരും നാളെ വരും എന്നുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അവസാനം സാധനം വന്നിട്ടുണ്ട്. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ ലോഗോ വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അടിപൊളി ലോഗയാണ്. അത് നമുക്ക് അതിന്റെ ഒരു ചെറിയ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനു മുമ്പേ ഇതിൽ വരാൻ പോകുന്ന ജനങ്ങളെ കേട്ടാൽ ഞെട്ടിക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മള് അറിഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് വെച്ചൊക്കെ കുറച്ച് ചാൻസ് ഉള്ള കുറച്ചധികം ചാൻസ് ഉള്ള കുറച്ചുപേരുടെ ലിസ്റ്റ് അവർ ഞാൻ പറയുന്നുണ്ട്. അവർ വരുവോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് ഇന്ത്യയിലും ആ ചാൻസ് ഹൈ ചാൻസ് ഉള്ള കുറച്ചു പേരുടെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഞെട്ടിപ്പോടെ പോൺ സ്റ്റാർ വരെ ഇതിനകത്ത് വരാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ 7 നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. എന്ത് കളിയാണ് അവർ കളിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു പ്രമോൽ ആ ഒരു ചെറിയ ലോഗോ പ്രദർശനം നമുക്കൊന്ന് കാണാം. 7 എന്നൊക്കെ എഴുതി കൂടി കാണാം. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഒന്നൊന്നര ലോഗയാണ് കേട്ടോ. സൂപ്പർ ലോഗോ എന്ന് തന്നെ പറയണം. ഒന്നൊന്നര ലോഗയാണ് വന്നിരിക്കുന്നത്. അത് സൂപ്പറായിട്ട് ഇത്രയും കാലമുള്ളതിനെ കാട്ടി നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നുന്നതന്നെ. ഓരോ വർഷം വരുമ്പോഴും മറ്റേനെ കാട്ടി കൊള്ളാം എന്നൊക്കെ തോന്നും. എന്തായാലും വന്നിട്ടുണ്ട്, ഉടൻ വരുന്നുണ്ട്. അതിനകത്ത് അവർ എഴുതിയിരിക്കുന്ന സംഭവം ഇതാണ്. അതുകൂടി ഞാൻ വായിച്ചു തരാം. അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് കാത്തിരിപ്പിന് വിരാമം വരുന്നു, പ്രേക്ഷകരുടെ സ്വന്തം ബിഗ് ബോസ് സീസൺ 7 എന്ന് പറഞ്ഞിട്ട് കുറച്ച് തീയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇനി ആരൊക്കെ വരും എന്നുള്ളതാണ്. ഇനിയിപ്പം മറ്റൊരു കേസ് ഞാൻ ഏതിലാണ് ഈ ഒരു സാധനം ഇനി റിവ്യൂ പറയാൻ. എന്തായാലും നമ്മൾ റിവ്യൂ പറയാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ ഇതിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ റിയാക്റ്റിലായിരിക്കും. മിക്കവാറും ഇതിൽ തന്നെ ആയിരിക്കും. എന്തായാലും നോക്കാം. അപ്പോ ഞെട്ടിക്കുന്ന കുറെ പേരുകളാണ്. ആദ്യത്തെ കേരളത്തിൽ നമ്മുടെ ദീപ്തി ഉണ്ടല്ലോ, ദീപ്തി സീതത്തോട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദീപ്തി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇന്റർവ്യൂ കഴിഞ്ഞോ എടുത്തോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന പേരുകൾ ഓർത്തു വയ്ക്കുക. ദീപ്തി സീതത്തോട്. അതുപോലെ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞെട്ടൊന്നുമില്ല, രേണു സുധി, ഇപ്പോഴത്തെ വൈറൽ താരം, നെഗറ്റീവ് കണ്ട് പുളകിതയാകുന്ന നമ്മുടെ ഇപ്പോഴത്തെ സ്വന്തം അഭിനേത്രിയായ മഹാനടിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന രേണു സുധി വരാനുള്ള ഹൈ ചാൻസസ് ഉണ്ട്. മനസ്സിലായോ? രേണു സുധി. ഇനി അടുത്ത പേര് പറഞ്ഞ നിഷ സാരംഗ് അല്ലെങ്കിൽ ബിജു സോപാനം. ഈ രണ്ടുപേരിൽ ഒരാള് രണ്ടുപേരെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. രണ്ടുപേരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നു. ഇവർ രണ്ടിലും ആരെങ്കിലും ഒരാൾ വരാനുള്ള ചാൻസ് ഹൈ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രവീൺ ഉണ്ടല്ലോ, അതിനകത്ത് പ്രണവ് അതായത് കൊച്ചു വരാനുള്ള ചാൻസസ് ഹൈ കൂടുതലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മുടെ കുറച്ച് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചില പേരുകളിൽ ഈ വർഷം കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിൽ ഒന്ന് അനീഷ നായരാണ്. നമുക്ക് നമ്മുടെ റൈഡർ അനീഷ നായർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജീവ നമ്പ്യാർ ഈ പറയുന്ന രണ്ടു മൂന്ന് നമ്മൾ സീസണായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ സീസണിൽ വരാനുള്ള ഹൈ ചാൻസസ് ഉണ്ട് അവർക്ക്, ജീവ നമ്പ്യാർക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ രേഖാ രതീഷ്, നമ്മുടെ സീരിയൽ താരം രേഖാ രതീഷും വരാനുള്ള ചാൻസ് കാണുന്നു. പിന്നെ മറ്റൊരു പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റൊരു താരം മസ്താനി, നമുക്കറിയാലോ നമ്മുടെ ആങ്കർ കൂടിയായ മസ്താനി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ എനിക്കൊരു വേറൊരു അറിവ് കിട്ടിയത് നമ്മുടെ കനി കുസൃതിയോ അല്ലെങ്കിൽ ദിവ്യപ്രഭയോ, ഈ രണ്ടുപേരിൽ ഒരാള് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കനി കുസൃതി അല്ലെങ്കിൽ ദിവ്യപ്രഭ. മൈ ലൈഫ് അന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പടം വന്നല്ലോ, ദിവ്യപ്രഭയുടെ തുണ്ട് കാണാൻ വേണ്ടിയിട്ട് തുണ്ട് എവിടെ എന്ന് പറഞ്ഞ് ആൾക്കാർ പരക്കം പാഞ്ഞൊരു സമയമുണ്ടല്ലോ. അപ്പോ ആ ദിവ്യപ്രഭ ഇതിനകത്തോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്ത ഒരു പോൺ സ്റ്റാർ, അതായത് തമിഴിലേക്ക് മലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പോൺ സ്റ്റാർ അഭിഷേക്. പിന്നീട് കഴിഞ്ഞ വർഷത്തോടെ നമ്മുടെ അഭിഷേക് ഉണ്ടല്ലോ, അഭിഷേക് ജയദീപ്, അങ്ങനെയല്ല എന്റെ പേര്. അവന്റെ പ്രൊഫൈലില് അവന്റെ കൂടെ ആയിട്ട് ഒരു റീൽ എടുത്ത ഒരു പെൺകുച്ചുണ്ട്. എനിക്ക് തോന്നുന്ന അവളുടെ പേര് ലാവണ്യ മണിക്കാമെന്നോ അങ്ങനെ എന്തോ പേര്. അതിന്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം. ഇപ്പൊ ഈ ഒരു സാധനവും വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പൊ രണ്ടും കൽപ്പിച്ചാണ് ഈ വട്ടത്തെ ബിഗ് ബോസ് വരുന്നത്. മോഹൻലാൽ തന്നെയാണ്, ഏഷ്യാനെറ്റ് തന്നെയാണ്. അത് എപ്പോഴും എല്ലാ പ്രാവശ്യവും ഓരോരുത്തർ പറയും മാറി മറ്റത് മാറി മറിച്ചത് മാറി എന്നൊക്കെ വരും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. സംഭവം ലാലേട്ടൻ തന്നെയാണ്. ഈ പറയുന്ന ചെന്നൈയിൽ തന്നെയാണെന്ന് അറിയുന്നു. ചെന്നൈയിൽ തന്നെയാണ് സംഭവം നടക്കാൻ പോകുന്നത്. എന്തായാലും ലോഗോ എന്തായാലും കൊള്ളാം. കമ്മിങ് സൂൺ എന്ന് പറയുന്നു, ഓഗസ്റ്റിലായിരിക്കും എന്നുള്ളതും ഏതാണ്ട് ഉറപ്പിച്ചു. അപ്പോൾ ബാക്കിയുള്ള കുറെ ലിസ്റ്റുകളുണ്ട്. കൺഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് നമുക്ക് പതുക്കെ ഓരോന്നിടാം. അതല്ലേ നല്ലത്. നമുക്ക് വേണ്ടി കാണാം.
ജയ് ഹിന്ദ്.